അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. തസ്രീഹുൽ മന്തിഖ്. ഇതിൻ്റെ മുസന്നിഫ് മൗലാനൽ ഖാദി മുഹമ്മദ് ഇർത്തിദ അലി ഖാൻ എന്നവരാണ്. അവരുടെ ജനനം 1198, വഫാത്ത് 1270. അവർ ഹജ്ജ് കഴിഞ്ഞ് മടങ്ങി വരുമ്പോഴാണ് വഫാത്താകുന്നത്. ഒരു രോഗം ഉണ്ടായിരുന്നു, അത് കാരണം വഫാത്താകുന്നത്. അങ്ങനെ യാത്രയിൽ തന്നെ നിസ്കരിച്ചു. പിന്നെ ജനാസയെ കടലിൽ ഇറക്കി. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പം ഒരു നാട്ടിൽ കടൽക്കരയിൽ ജനാസ വന്ന് നിൽക്കുന്നുണ്ട്. അങ്ങനെ അവർ അതിനെ മറമാടുകയും ചെയ്തു. മയ്യത്തിന് യാതൊരുവിധ പകർച്ചയും ഉണ്ടായിട്ടില്ല. നഫായിസുൽ ഇർത്തിളിയ എന്ന കിതാബ് എഴുതിയതും ഇവർ തന്നെയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹി, അള്ളാഹുവിൻ്റെ നാമം കൊണ്ട് ബറക്കത്തെടുത്തവനായ നിലയിൽ, സഹായം തേടുന്നവനായ നിലയിൽ ഞാൻ ഈ കിതാബിനെ രചിക്കുന്നു. അർ-റഹ്മാനി, റഹ്മാനായ അള്ളാഹു, ഈ ലോകത്തും പരലോകത്തും വെച്ച് ഗുണം ചെയ്യുന്നവനായ. അർ-റഹീമി, പരലോകത്ത് വെച്ച് മാത്രം ഗുണം ചെയ്യുന്നവനായ, അല്ലെങ്കിൽ റഹ്മാൻ എന്നത് വലിയ വലിയ ഗുണങ്ങൾ ചെയ്യുന്നവനായ, അർ-റഹീമി ചെറിയ ചെറിയ ഗുണങ്ങൾ ചെയ്യുന്നവനായ അള്ളാഹുവിൻ്റെ നാമം കൊണ്ട് ഞാൻ തുടങ്ങുന്നു, ഞാൻ രചിക്കുന്നു. അൽഹംദു, സർവസ്തുതിയും, സ്തുതികളുടെ അഫ്രാദുകളുടെ കൂട്ടത്തിൽ നിന്നുള്ള എല്ലാ ഫർദും ലില്ലാഹി, അള്ളാഹുവിനിക്കാണ്. അല്ലതി, എങ്ങനത്തതായ അള്ളാഹു. അല്ലതി എന്നത് അള്ളാഹ് എന്നതിനുള്ള സിഫത്താവുമ്പോൾ എന്താണ് അള്ളാഹ്ക്കുള്ള വിശേഷണം? അല്ലതി, എങ്ങനത്തതായ അള്ളാഹു. ഇപ്പം എന്താണ് വിശേഷണം എന്ന് കിട്ടിയില്ലല്ലോ. അപ്പോൾ മൗസൂലയാവുമ്പം അതിൻ്റെ സിലയും കൂടി വരുമ്പോഴാണ് അതിൻ്റെ സിഫത്ത് പൂർണ്ണമാവുകയുള്ളൂ. അപ്പോൾ മനസ്സിലാവും എന്താണ് സിഫത്ത്. എങ്ങനത്തെ അള്ളാഹു. അന്തഖ, അവൻ സംസാരിപ്പിച്ചു, അങ്ങനത്തതായ അള്ളാഹു. ഇപ്പോൾ സിഫത്ത് കിട്ടിയില്ലേ. സംസാരിപ്പിച്ചവനായ അള്ളാഹു. സംസാരിക്കുക എന്ന കഴിവ് നാതിഖിയ്യത്തിനെ വെളിവാക്കി. നൗഅൽ ഇൻസാനി, മനുഷ്യ ഇനത്തിനിക്ക്. മനുഷ്യൻ എന്നത് ഹയവാനിൽ നിന്നുമുള്ള ഒരു നൗആണല്ലോ, ഇനമാണ്. അപ്പോൾ മനുഷ്യ ഇനത്തിനിക്ക്, മനുഷ്യ വിഭാഗത്തിനിക്ക് അല്ലാഹു തആല നാതിഖിയ്യത്ത് എന്ന ഗുണം നൽകി. മനുഷ്യരെ അല്ലാഹു തആല സംസാരിപ്പിച്ചു. ബിൽ മന്തിഖിൽ ഫസീഹി, സ്ഫുടമായ സംസാരം കൊണ്ട്, വാചാലമായ സംസാരം കൊണ്ട്. വ അബ്ദഅഹു, ആ മനുഷ്യ ഇനത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല തുടങ്ങിപ്പടച്ചു. ഒരു മുൻ പ്ലാനില്ലാതെ, ഒരു മിസാല് മുൻകടക്കാതെ. മനുഷ്യനെ പോലത്തെ ഒരു ജീവി മുൻപില്ലല്ലോ, ആദ്യമായി പഠിച്ചതാ. ഒരു മിസാല്, അതിൻ്റെ ഒരു രൂപമോ ഉപമയോ തുല്യമായ മറ്റൊന്നും ഇല്ലാതെ, ഒരു പ്ലാനുമില്ലാതെ അല്ലാഹു തആല പടച്ചു, തുടങ്ങിപ്പടച്ചു. ബിശക്ലി സ്വബീഹി, അഴകാർന്ന രൂപത്തോടുകൂടെ പടച്ചു. അങ്ങനത്തതായ അള്ളാഹുവിനിക്കാണ് സർവസ്തുതിയും. വസ്സലാത്തു, അള്ളാഹുവിൻ്റെ മഹത്തായ ഗുണം. വസ്സലാമു, അള്ളാഹുവിൻ്റെ മഹത്തായ രക്ഷയും. അലാ അഫ്ളലിമൻ, ഒരുത്തരിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായവരുടെ മേലിൽ ഉണ്ടാകട്ടെ. ദുആൻ്റെ മാനായതുകൊണ്ടാണ് ഉണ്ടാകട്ടെ എന്ന് പറയുന്നത്. റഹിമഹുല്ലാ എന്ന് പറയുമല്ലോ, അള്ളാഹു തആല റഹ്മത്ത് ചെയ്തു എന്നാണ് അതിൻ്റെ ശരിയായ അർത്ഥം. പക്ഷേ അള്ളാഹു തആല റഹ്മത്ത് ചെയ്യട്ടെ എന്നാണല്ലോ പറയാറ്. അതെന്തുകൊണ്ടാണ്? ദുആൻ്റെ മാനക്കായതുകൊണ്ട്. അർസല, അള്ളാഹു സുബ്ഹാനഹു വ തആല അയച്ചു. ഹു, ആ ഒരുത്തരെ അയച്ചു. ബിൽ കിതാബിൽ മൻഊതി, വിശേഷിപ്പിക്കപ്പെട്ടതായ കിതാബോടുകൂടെ അയച്ചു. എന്താണ് വിശേഷണം? ബി ഫസ്ലുൽ ഖിതാബി, ഫസ്ലുൽ ഖിതാബ് എന്ന വിശേഷണം കൊണ്ട് വിശേഷണം സിദ്ധിച്ചതായ, വിശേഷിപ്പിക്കപ്പെട്ടതായ കിതാബോടുകൂടെ അയച്ചു. ഫസ്ലുൽ ഖിതാബ് പറഞ്ഞാൽ അവിടെ ബി ഖിതാബിൽ ഫാസിലി എന്നാണ് ഉണ്ടാവുക. ഖിതാബ് പറഞ്ഞാൽ കലാമ്,
വിട്ടുപിരിക്കുന്നതായ കലാം, ഹക്കിൻ്റെയും ബാത്തിലിൻ്റെയും ഇടയിൽ വിട്ടുപിരിക്കുന്നതായ കലാം എന്ന ആ സിഫത്തുള്ള കിതാബോടുകൂടെ അയച്ചു. ഫസ്ലുൽ ഖിതാബി എന്ന് പറഞ്ഞെടുത്ത് അവിടെ സിഫത്തിനെ മൗസൂഫിലേക്ക് ഇളാഫത്ത് ചെയ്തതാണ്. വഅല ആലിഹി, ആ ഒരുത്തരുടെ ആലിൻ്റെ മേലിലും ഉണ്ടാകട്ടെ സ്വലാത്തും സലാമും. അസ്ഹാബിഹി, അവിടുത്തെ അനുചരന്മാരുടെ മേലിലും സഹാബാക്കളുടെ മേലിലും ഉണ്ടാകട്ടെ. ഖൈരി ആലിൻ, ആലിൽ വെച്ച് ഖൈറായ ആല്. അസ്ഹാബിൽ വെച്ച് ഖൈറായ അസ്ഹാബ്, അവരുടെ മേലിലുണ്ടാകട്ടെ. ഖൈരി ആലിന്ന് പറയുമ്പം അവിടെ ആല് അസ്ഹാബ് എന്നതിൽ നിന്നും ബദലാക്കി കൊണ്ടുവരേണ്ടി വരും. ആലിൽ വെച്ച് ഖൈറായവരുടെ മേലിലുണ്ടാകട്ടെ എന്ന്, അല്ലെങ്കിൽ ഖൈറ ആലിൻ എന്ന് പറയണം. വാസുഹാബിൻ, ആലിൽ വെച്ച് ഖൈറായതായ നിലയിലുള്ള ആല്, അസ്ഹാബിൽ വെച്ച് ഖൈറായതായ നിലയിലുള്ള അസ്ഹാബ്, അവരുടെ മേലിലുണ്ടാകട്ടെ. ആലിഹി വസ്ഹാബിഹി എന്ന് പറഞ്ഞ അതിൽ നിന്ന് ഹാലാണ് ഖൈർ. ഇഅ്ലം, നീ അറിയുക, അന്നൽ ഇൽമ, നിക്ഷേമ ഇൽമ്, അല്ലതി, യാതൊന്നാണ്, ഹുവ, ഇൽമ് എന്നത്, അത് അങ്ങനെ പറഞ്ഞത്, ഇൽമ് എന്നത് പിന്നെ വിഷയം പറഞ്ഞാൽ പോരെ, അല്ലതി ഹുവ എന്നൊക്കെ പറയണം. അത് ഒന്ന് അവ്യക്തമാക്കി പറഞ്ഞിട്ട് ഒരു കാര്യപ്പെട്ട വിഷയം പറഞ്ഞാൽ എനിക്കറിയോ പിന്നല്ലേ എന്നിട്ട് കുറച്ച് അവ്യക്തമാക്കി കുറച്ച് ദീർഘിപ്പിക്കും. അപ്പോൾ കേൾക്കുന്ന ആൾക്കാർക്കൊരു ആവേശം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ആദ്യം ഒന്ന് ഇബ്ഹാമാക്കി പറയുക, പിന്നെ ഒന്ന് തഫ്സീലിയാക്കി പറയുക. അതുകൊണ്ടാണ് ഇവിടെ അങ്ങനെ പറഞ്ഞത്. അന്നൽ ഇൽമ, നിക്ഷേമ ഇൽമ്, അല്ലതി, യാതൊന്നാണ്, ഹുവ, ഇൽമ് എന്നത്, ഇബാറത്തുൻ, പറയപ്പെടുന്നതാണ്, അനി സൂറത്തിൽ ഹാസിലത്തി ഇൻദൽ അഖ്ലി, ബുദ്ധിയുടെ അടുക്കൽ കരസ്ഥമായതായ രൂപം, ഒരു ആശയം, അതിനെക്കുറിച്ച് പറയപ്പെടുന്നതാണ് ഇൽമ് എന്നുള്ളത്. ഇൻകാന, ആ ഇൽമായാൽ, ഇഅ്തിഖാദല്ലി നിസ്ബയെ ഉറപ്പിക്കുന്നതായാൽ, അൽ ഖബരിയത്തി, ഖബരിയായ കലാമിലുള്ള നിസ്ബയെ ഉറപ്പിക്കുന്നതായാൽ, ഫതസ്ദീഖുൻ, ആ ഇൽമ് തസ്ദീഖാണ്. അപ്പോൾ ഇൽമു തസ്ദീഖ് എന്ന് അതിനൊക്കെ പറയും. ഖബരിയായ കലാം എന്ന് പറഞ്ഞാൽ സിദ്ഖിനും കദിബിനും സാധ്യമാകുന്നത്. അംർ, നഹി, അതൊക്കെ പിന്നെ ഇസ്തിഫ്ഹാം, തഅജ്ജുബ്, നിദ, അതൊക്കെ സിദ്ഖിനും കദിബിനും സാധ്യമാകാത്തതാണ്. ഒരാൾ വിളിച്ചു, സെയ്ദേ എന്ന് വിളിച്ചു, അപ്പോൾ നീ പറഞ്ഞ ശരിയല്ല, അത് കളവാണ്, അതൊന്നും പറയില്ലല്ലോ. അപ്പോൾ സിദ്ഖ്, കദിബ് അതൊന്നും പറയാൻ പറ്റാത്തതാണ്. അങ്ങനെ പറ്റുന്നതാണ് ഖബരിയായ കലാം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഖബരിയായ കലാമിലുള്ള നിസ്ബ, ബന്ധം. അപ്പോൾ സെയ്ദുൻ ഖായിമുൻ, സെയ്ദ് നിൽക്കുന്നവനാണ് എന്ന് പറയുമ്പോൾ അതെന്താണ്, സിദ്ഖിനും കദിബിനും സാധ്യമുള്ളതാണ്. ആ പറഞ്ഞത് ശരിയല്ല, ആ പറഞ്ഞത് ശരിയാണ്, ഇത് രണ്ടും പറയാൻ പറ്റും സെയ്ദുൻ ഖായിമുൻ എന്ന് പറഞ്ഞ ആളോട്. അപ്പോൾ അതെന്താണ്, ഖബരിയായ കലാമാണ്. അത് തമ്മിലുള്ള നിസ്ബ എന്താ, സെയ്ദ് നിൽക്കുന്നവനാണ്. ഖായിമുൻ എന്ന സിഫത്ത് സെയ്ദിനിക്ക് സ്ഥിരപ്പെട്ടതാണ്. അപ്പോൾ അത് തമ്മിൽ ബന്ധമുണ്ട് എന്ന ആ നിസ്ബ ഉണ്ടല്ലോ, അത് രണ്ട് തമ്മിലുള്ള നിസ്ബ, അതിനെ ഉറപ്പിച്ചു. എന്നാൽ അതിനക്ക് തസ്ദീഖ് എന്ന് പറയും, തസ്ദീഖയായ ഇൽമ് എന്ന് അതിനക്ക് പറയും. വ ഇല്ല, അങ്ങനെ ഖബരിയായ കലാമിലുള്ള നിസ്ബയെ ഉറപ്പിച്ചിട്ടില്ലെങ്കിൽ ഫതസവ്വുറുൻ, തസവ്വുറാണ്, ആ ഇൽമ് തസവ്വുറാണ്, തസവ്വുരിയായ ഇൽമ്. തസ്ദീഖ് എന്ന് പറഞ്ഞാൽ തന്നെ വാക്കെന്താ, വാസ്തവീകരിക്കാൻ. സെയ്ദ് ഖായിമാണ് എന്നതിനെ വാസ്തവീകരിക്കുകയല്ലേ തസ്ദീഖിലുള്ളത്. തസവ്വുർ എന്ന് പറഞ്ഞാൽ രൂപപ്പെടുത്തുക എന്നാണല്ലോ. ഖൽബിൽ ഒരു രൂപത്തെ കൊണ്ടുവരാം, ഒരു ആശയത്തെ കൊണ്ടുവരിക. സെയ്ദ് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ സെയ്ദിനെ നമ്മുടെ ഖൽബിൽ എന്താവും, ഹാദറാവും. ഒരു ആശയം മനസ്സിലാക്കുമ്പോൾ ആശയം നമ്മുടെ ഖൽബിൽ ഹാദറാകും. അങ്ങനെ ഒരു രൂപം, ഒരു ആശയം നമ്മുടെ ഖൽബിൽ ഹാദിറാകലാണ്. വന്നിസ്ബത്തു, നിസ്ബ എന്ന് പറഞ്ഞാൽ എന്താ, ഹുവ ഇസ്നാദു അംരിൻ, ഒരു കാര്യത്തെ ചേർക്കലാണ്,
ഇലാ അംറിൻ ആഖറ മറ്റൊരു കാര്യത്തിലേക്ക് ഒരു കാര്യത്തെ ചേർക്കലാണ്. ഈജാബൻ കാന ആ ഇസ്നാദ് ഈജാബാകട്ടെ ഔ സൽബൻ അല്ലെങ്കിൽ സൽബാകട്ടെ. ഈജാബായാലും വേണ്ടില്ല, സൽബായാലും വേണ്ടില്ല, അഥവാ മുസ്ബത്തായാലും വേണ്ടില്ല, മൻഫി ആയാലും വേണ്ടില്ല. സെയ്ദ് നിൽക്കുന്നവനാണ്, നിൽക്കുന്നവനാണ് എന്ന വിധിവാക്യം മുസ്ബത്തിനെ സെയ്ദിലേക്ക് ചേർത്തു. അങ്ങനെയായാലും വേണ്ടില്ല, സെയ്ദ് നിൽക്കുന്നവനല്ല എന്ന സൽബ് മൻഫി അതിനെ സെയ്ദിലേക്ക് ചേർത്തു എന്നാലും വേണ്ടില്ല. ആ ചേർക്കൽ മൂജബാകട്ടെ സാലിബയാകട്ടെ ഒരു കാര്യത്തെ മറ്റൊരു കാര്യത്തിലേക്ക് ചേർക്കുക എന്നതാണ് നിസ്ബ. ഫത്തസ്ദീഖു തസ്ദീഖ് ലാബുദ്ദലഹു ആ തസ്ദീഖിനൊക്കെ കൂടാതെ കഴിയുകയില്ല, അനിവാര്യമാണ്. മിൻ സലാസി തസവ്വുറാത്തിൻ മൂന്ന് തസവ്വുറുകളാൽ കൂടാതെ കഴിയുകയില്ല. അപ്പോൾ 3 തസവ്വുറാത്ത് ആവശ്യമുണ്ട് തസ്ദീഖിനക്ക്. തസ്ദീഖാകണമെങ്കിൽ 3 തസവ്വുറാത്ത് ആവശ്യമാണ്. തസവ്വുരിൽ മഹ്കൂമി അലൈഹി 3 തസവ്വുറുകളാൽ കൂടാതെ കഴിയുകയില്ല. തസവ്വുരിൽ മഹ്കൂമി അലൈഹി അഥവാ മഹ്കൂമു അലൈഹിയെ തസവ്വുറാക്കലിനാൽ കൂടാതെ കഴിയുകയില്ല. ബദലാക്കി വെക്കുകയാണെങ്കിൽ അങ്ങനെ വെക്കുക, ജർ കൊടുത്തിട്ട് തസവ്വുരിൽ അല്ലെങ്കിൽ തസവ്വുറുൽ മഹ്കൂമി അലൈഹി. അതിൽ ഒന്നാമത്തത് 3 തസവ്വുറാത്ത് എന്ന് പറഞ്ഞില്ലേ, ഒന്നാമത്തെ തസവ്വുറുൽ മഹ്കൂമി അലൈഹി, മഹ്കൂമു അലൈഹിയെ തസവ്വുറാക്കലാണ്. ഒന്ന് മഹ്കൂമു അലൈഹിയെ തസവ്വുറാക്കുക. വൽ മഹ്കൂമു ബിഹിയെ തസവ്വുറാക്കുക. മഹ്കൂമു അലൈഹി പറഞ്ഞാൽ എന്താ? ഒരു വിധി ഖായിമാണ്, നിൽക്കുന്നവനാണ് എന്ന വിധി. ആ വിധിയെ ആരുടെ മേലിലാണോ വിധിക്കപ്പെടുന്നത്, ആരുടെ മേലിലാണോ പറയപ്പെടുന്നത്, അതാണ് മഹ്കൂമുൻ അലൈഹി. എന്തുകൊണ്ടാണ് വിധിക്കപ്പെടുന്നത്? ഖായിമാണ് എന്നതുകൊണ്ട്. അപ്പോൾ ഖായിം എന്നതാണ് മഹ്കൂമുൻ ബിഹി. സെയ്ദ് എന്നത് ഉദാഹരണത്തിന് മഹ്കൂമുൻ അലൈഹി. അപ്പോൾ മുബ്തദ മഹ്കൂമുൻ അലൈഹി, ഖബർ മഹ്കൂമുൻ ബിഹി. വൻ നിസ്ബത്തി നിസ്ബയെയും തസവ്വുറാക്കലാണ്. മൂന്നാമത്തെ തസവ്വുർ, 3 തസവ്വുറുകൾ വേണമെന്ന് പറഞ്ഞല്ലേ. അപ്പോൾ ഒന്നെന്താ? മഹ്കൂമുൻ അലൈഹി മനസ്സിലാക്കുക, സെയ്ദിനെ മനസ്സിലാക്കി. ഖായിമിനെ മനസ്സിലാക്കി, മഹ്കൂമുൻ ബിഹി. പിന്നെ നിസ്ബ, സെയ്ദും ഖായിമും തമ്മിൽ എന്തുണ്ട്? ബന്ധമുണ്ട്. എന്നാൽ നിസ്ബയെയും മനസ്സിലാക്കി. എന്നാൽ എന്തായി? തസ്ദീഖായി. 3 തസവ്വുറുകളായില്ലേ. ഈ 3 തസവ്വുറാത്ത് കൂടുമ്പോഴാണ് ഒരു തസ്ദീഖ് ഉണ്ടാകുന്നത്. കമാഫി തസ്ദീഖ് സെയ്ദുൻ ഖായിമുൻ എന്നതിനെ തസ്ദീഖാക്കുന്നതിൽ ഉള്ളതുപോലെ. തസ്ദീഖാക്കുക പറഞ്ഞാൽ രണ്ടും തമ്മിലുള്ള നിസ്ബയെ ഉറപ്പിക്കുക എന്നതിൽ ഉള്ളതുപോലെ. യജിബു നിർബന്ധമാകും. എന്തായാലുള്ളത്? യജിബു നിർബന്ധമാകും. മിൻ തസവ്വുരി സെയ്ദിനെ മനസ്സിലാക്കൽ നിർബന്ധമാകും. അവിടെ മിന്ന് സായിദയാണ്. കൂടാതെ കഴിയില്ല എന്നൊക്കെ പറയില്ല, ബുദ്ധ കൂടാതെ കഴിയില്ല. മിൻ തസവ്വുരി സെയ്ദിനെ തസവ്വുറാക്കലിനാൽ കൂടാതെ കഴിയുകയില്ല എന്നൊക്കെ പറയില്ല, അന്നൊക്കെ മിന്ന് കൊടുത്തതാണ്. അപ്പോൾ സെയ്ദുൻ ഖായിമുൻ എന്ന് പറഞ്ഞിടത്ത് സെയ്ദിനെ തസവ്വുറാക്കൽ നിർബന്ധമാകും. വ തസവ്വുരി ഖായിമിനെ തസവ്വുറാക്കലും നിർബന്ധമാകും. വ തസവ്വുരി നിസ്ബത്തി ബൈനഹുമ ഈ സെയ്ദിൻ്റെയും ഖായിമിൻ്റെയും ഇടയിലുള്ള നിസ്ബയെ മനസ്സിലാക്കലും നിർബന്ധമാകും. വകുല്ലു മിൻഹുമ ഈ തസ്ദീഖിൽ നിന്നും തസവ്വുറിൽ നിന്നുമുള്ള മുഴുവനും അതോരോന്നും ബദീഹിയാണ്. വനദരിയുൻ നദരിയുമാണ്. ഫൽ ബദീഹി എന്ന് പറഞ്ഞാൽ ഒന്നാണ്. ലാ യതവഖഫു ആ ഒന്ന് നിൽക്കൂല, ഒരു കാര്യമാണ്, ആ ഒരു കാര്യം നിൽക്കൂല. അലൻ നദരി വൽ ഫിക്രി ചിന്ത ആലോചനയുടെ മേലിൽ നിൽക്കുകയില്ല. അപ്പോൾ ചിന്തിക്കാതെയും ആലോചിക്കാതെ, അതിഫ് തഫ്സീറാണ്, നദർ ഫിക്റിന് വരെ മാനാക്കാൻ. അപ്പോൾ ചിന്തിക്കാതെ ആലോചിക്കാതെ തന്നെ ലഭിക്കുന്ന കാര്യത്തിനാണ് ബദീഹിയായ ഇൽമ് എന്ന് പറയാം. വൻ നദരിയാകുന്നത് ഖിലാഫുഹു ആ ഒന്നിൻ്റെ മാറ്റമാണ്.
ചിന്താലോചനയുടെ മേലിൽ നിൽക്കാത്ത ഒന്നിൻ്റെ മാറ്റമാണ്. അപ്പോൾ ചിന്തയുടെയും ആലോചനയുടെ മേലിൽ നിൽക്കുന്ന ഒന്ന്. അപ്പോൾ ചിന്ത ആലോചനകൾക്ക് ആവശ്യമുണ്ട്, ചിന്തിച്ചാലേ കിട്ടുള്ളൂ. അങ്ങനത്തതാണ് നളരി എന്ന് പറഞ്ഞാൽ. വ അഖ്സാമുഹുമ, ഈ തസ്ദീഖിൻ്റെയും തസവുറിൻ്റെയും ഓഹരികൾ, ബിഹാദൽ ഇഅ്തിബാരി, ഈ പരിഗണന അനുസരിച്ച്. പരിഗണന? ഈ തസ്ദീഖും തസവുറും ഓരോന്നും ബദീഹിയാണ്, നളരിയാണ് എന്ന് പറഞ്ഞത് പ്രകാരം അർബഅത്തുൻ, 4 എണ്ണമാണ്, 4 ഓഹരിയാണ്. തസവുറിൽ ഉണ്ടാവുമല്ലോ 2 എണ്ണം, ബദീഹിയ് നളരിയ്. അതുപോലെ തന്നെ തസ്ദീഖിലും ബദീഹിയ് നളരിയ്. അപ്പോൾ 4 ഓഹരികളാണ്. അത്തസവുറുൽ ബദീഹിയു, ഒന്നാമത്തത് ബദീഹിയായ തസവുറാണ്. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ബദലാക്കി കൊണ്ടുവരാം. അവ രണ്ടിൻ്റെയും ഓഹരികൾ 4 എണ്ണമാണെന്ന് പറഞ്ഞില്ലേ. അഥവാ അത്തസവുറുൽ ബദീഹി, അഥവാ ബദീഹിയായ തസവുറാണ് എന്ന് വെക്കാം. കതസവുരിൽ ഹറാറത്തി, ചൂടിനെ മനസ്സിലാകും പോലെ അല്ലേ. ചൂടിനെ പെട്ടെന്ന് മനസ്സിലാവൂലേ. ഒരു ചൂടുള്ള കയ്യിൽ ചൂടുള്ളൊരു വസ്തു നമ്മുടെ ശരീരത്തിൽ തട്ടിച്ചാൽ അത് ചൂടാണോ തണുപ്പാണോ എന്ന് നമ്മൾ പിന്നെ ചിന്തിച്ച് നിൽക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. അതപ്പോൾ തന്നെ ചൂടാണ് എന്ന് നമുക്ക് മനസ്സിലാകും. വൻ നളരിയു, നളരിയായ തസവുറുമാണ്. രണ്ടാമത്തത് നളരിയായ തസവുറാണ്. കതസവുരി ഹഖീഖത്തുൽ ജിന്നി, ജിന്നിൻ്റെ ഹഖീഖത്തിനെ മനസ്സിലാകും പോലെ. ജിന്നിൻ്റെ ഹഖീഖത്ത് എന്താ? അത് മനസ്സിലാകണമെങ്കിൽ ചിന്താലോചനകൾക്ക് ആവശ്യമാണ്. പഠിക്കണം, അതിനെപ്പറ്റി പഠിക്കണം എന്താണ് എന്നത്. പെട്ടെന്നൊന്നും മനസ്സിലാകൂല. വത്തസ്ദീഖുൽ ബദീഹിയു, ബദീഹിയായ തസ്ദീഖുമാണ് മൂന്നാമത്തത്. കതസ്ദീഖി അന്നശംസ മുശ്രിഖത്തുൻ, അന്നശംസ മുശ്രിഖത്തുൻ എന്നതിനെ തസ്ദീഖാക്കും പോലെ. അഥവാ അവ രണ്ട് തമ്മിലുള്ള നിസ്ബയെ ഉറപ്പിക്കും പോലെ. തസ്ദീഖാക്കൽ അങ്ങനല്ലേ, 2 ജുസ് തമ്മിലുള്ള നിസ്ബയെ ഉറപ്പിക്കുക. നിശ്ചയം സൂര്യൻ പ്രകാശിക്കുന്നതാണ്. അത് ചിന്താലോചനകൾക്ക് ആവശ്യമില്ലാതെ തന്നെ എന്താകും, മനസ്സിലാകും നമുക്ക്. പിന്നെ തസ്ദീഖുമാണ്, 2 ജുസ് ഉണ്ട്, ആ 2 ജുസിൻ്റെ ഇടയിലുള്ള ആ നിസ്ബയെ ഉറപ്പിക്കുന്നുമുണ്ട്. അപ്പോൾ തസ്ദീഖുമാണ്, ബദീഹിയുമാണ്, ബദീഹിയായ തസ്ദീഖ്. വൻ നളരിയു, നളരിയായ തസ്ദീഖുമാണ് നാലാമത്തത്. കതസ്ദീഖി അന്നൽ ആലമ ഹാദിസുൻ, അന്നൽ ആലമ ഹാദിസുൻ എന്നതിനെ തസ്ദീഖാക്കും പോലെ. അവ 2 തമ്മിലുള്ള നിസ്ബയെ ഉറപ്പിക്കും പോലെ. നിശ്ചയം ഈ ലോകം എന്നുള്ളത് ഹാദിസുൻ പുതുതായതാണ്, ഖദീമല്ല പണ്ടുപണ്ടേ ഉണ്ടായതല്ല, പിന്നെ ഉണ്ടായതാണ്. അല്ലാഹു തആല പിന്നെ ഉണ്ടാക്കിയതാണ്, പുതുതായി വന്നതാണ്. ആലം എന്ന് പറഞ്ഞാൽ സിവല്ലാഹു അല്ലേ, അല്ലാത്ത എല്ലാത്തിനും ആലം എന്ന് പറയും. ഇനി അടുത്തത് ദലാലത്തിനെ കുറിച്ചാണ് പറയുന്നത്. വദ്ദലാലത്തു, ദലാലത്താകുന്നത് അല്ലത്തി യാതൊന്നാണ്. ഹിയ, ആ ദലാലത്ത് കൗനു ഷൈഇ, ഒരു ഷൈഅ് ആകലാണ്, ബിഹാലത്തിൻ ഒരു അവസ്ഥയിലാകുക, യൽസമു നിർബന്ധമാകും, മിൻ ഇൽമി ബിഹി ആ ഷൈഇനെ അറിയലിനാൽ നിർബന്ധമാകും, അൽ ഇൽമു ബി ഷൈഇൻ ആഖറ മറ്റൊരു ഷൈഇനെ അറിയൽ നിർബന്ധമാകും. ഒരു ഷൈഅ്, ആ ഷൈഇനെ ഒരു കാര്യം അതിനെ മനസ്സിലാക്കുമ്പോൾ മറ്റൊരു കാര്യം നമുക്ക് മനസ്സിലാകും. നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ ഒരു മതിലിൻ്റെ അപ്പുറത്തു നിന്നും ഇങ്ങനെ ഒരു പുക പോകുന്നതായി നമ്മൾ കാണുകയാണ്. അപ്പോൾ നമുക്കെന്ത് മനസ്സിലായി? അവിടെ ആരോ തീ കത്തിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായില്ലേ. അപ്പോൾ പുക പോകണ കണ്ടപ്പോൾ അത് മനസ്സിലായപ്പോൾ അവിടെ തീ കത്തുന്നുണ്ട് എന്ന മറ്റൊരു ഇൽമ നമുക്ക് കിട്ടി. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുമ്പോൾ മറ്റൊരു കാര്യം മനസ്സിലാവുക. അതാണ് ദലാലത്ത് എന്ന് പറഞ്ഞാൽ. ഇമ്മാ ലഫ്ളിയത്തുൻ, ഈ ദലാലത്ത് ഒന്നിരിക്കൽ ലഫ്ളിയത്തായിരിക്കും, ലഫ്ള് കൊണ്ടായിരിക്കും ഇതറിയുക. ഔ ഖൈറു ലഫ്ളിയത്തിൻ, അല്ലെങ്കിൽ ഖൈറു ലഫ്ളിയായിരിക്കും, ലഫ്ള് അല്ലാത്തത് കൊണ്ടായിരിക്കും അറിയുക. വ കുല്ലു മിൻഹുമ, ഈ ലഫ്ളി ഖൈറു ലഫ്ളി എന്നതിൽ നിന്നുമുള്ള മുഴുവനും ഓരോന്നും, ഇൻകാന ഈ ഓരോന്നുമായാൽ, ഈ ലഫ്ളി ഖൈറു ലഫ്ളി എന്നതിൽ നിന്നുമുള്ള ഓരോന്നും മുഴുവനും ആയാൽ,
ബിവളുഇൽ വാളിഇ ഒരു വെക്കുന്ന ആളുടെ വെപ്പ് കൊണ്ടായാൽ, വാളിഇൻ്റെ വളുഅ കൊണ്ടായാൽ അഥവാ ഒരാൾ വെച്ചതാണ്. എന്നാൽ ഫവളുഇയ്യത്തുൻ അതിന് വളുഇ എന്ന് പറയും. കദലാലത്തി സെയ്ദിൻ സെയ്ദ് അറിയിക്കും പോലെ, അലാ ദാത്തിഹി സെയ്ദിൻ്റെ ദാത്തിൻ്റെ മേൽ അറിയിക്കും പോലെ. സെയ്ദ് എന്നത് ഒരാൾ വെച്ചതല്ലേ, സെയ്ദിനിക്ക് പേര് ഒരാൾ വെച്ചതല്ലേ. ആ സെയ്ദ് എന്ന പേര് വേറെ കുറേ ആൾക്കാർക്ക് ഉണ്ടെങ്കിലും അതുപോലത്തെ വേറെ പേര്, ആ പേര് അത് ഓനക്ക് വെച്ചിട്ടുള്ളൂ. ഉദാഹരണത്തിന് നമുക്ക് അറിയുന്ന ഒരാളുണ്ട്, ഒരു സെയ്ദ് എന്ന് നമ്മളോട് പറയുമ്പോൾ നമുക്ക് ആ സെയ്ദിനെ ഓർമ്മ വരും, നമുക്ക് ആ സെയ്ദിനെ മനസ്സിലാകും. എങ്ങനെ മനസ്സിലായത്? അതാ സെയ്ദ് എന്ന പേര് ഒരു വാളിൻ്റെ വളവ് കൊണ്ടല്ല ഉണ്ടായത്, ഒരാൾ വെച്ചതാണല്ലോ ആ പേര്. അത് മുഖേനയാണ് നമുക്ക് അറിഞ്ഞത്. അപ്പോൾ അതിനക്ക് വളുഇയ്യ എന്ന് പറയും. വളുഇയ്യായ ദലാലത്ത്. വദ്ദവാലിൽ അർബഇ 4 അറിയിക്കുന്ന കാര്യങ്ങൾ അറിയിക്കും പോലെ. അതേതാണ് 4 അറിയിക്കുന്ന കാര്യങ്ങൾ? ഖത്ത്, നസ്ബ്, ഇഷാറത്ത്, അഖദ് അഥവാ വര, നാട്ടക്കുറി, സൂചന, കെട്ട്. നമ്മൾ റോഡ് സൈഡിലൊക്കെ അമ്പുണ്ടായാൽ മുമ്പൊരു നാട്ടക്കുറി ഉണ്ടാവും, അമ്പിൻ്റെ ചിഹ്നമൊക്കെ കൊടുത്തിട്ട്, അല്ലെങ്കിൽ ഓരോ എഴുത്തുകളൊക്കെ ഉണ്ടാവും. അതെന്താണ്? അങ്ങനെ എഴുതിയാൽ, അങ്ങനെ സൂചന നൽകിയാൽ ഇങ്ങനെയാണ് എന്ന് ഓരോരുത്തർ വെക്കുകയാണ്. അതൊക്കെ ഒരു വാളിൻ്റെ വളുഅ കൊണ്ട് ഉണ്ടാകുന്നതാണ്. പക്ഷേ ലഫ്ലിയാണോ? ലഫ്ലി അല്ല, ഗൈറു ലഫ്ലിയാണ്. സെയ്ദ് എന്നത് ലഫ്ലാണ്, ഇത് ഗൈറു ലഫ്ലിൻ്റെ ഉദാഹരണമാണ്. എന്ത്? ആ 4 ദലാലത്തുകൾ, 4 അറിയിക്കുന്ന കാര്യങ്ങൾ അറിയിക്കും പോലെ. എന്തിൻ്റെ മേൽ? അലാ മദുലൂലാത്തിഹ ആ 4 അറിയിക്കുന്ന കാര്യങ്ങൾ, ആ 4 ദാലുകൾ അറിയിക്കപ്പെടുന്നതിൻ്റെ മേൽ. ആ 4 ദാലുകൾ എന്തിൻ്റെ മേലിലാണോ അറിയിക്കുന്നത് അതിൻ്റെ മേൽ അറിയിക്കും പോലെ. ഔ ബിഖ്തിദാഇ ത്വബഇ അല്ലെങ്കിൽ ആ കുല്ലു വാഹിദായാൽ, പ്രകൃതിയുടെ തേട്ടപ്രകാരമായാൽ, പ്രകൃതിയുടെ തേട്ടം കൊണ്ടായാൽ തബഇയ്യത്തുൻ അത് തബഇയ്യത്താണ്, തബഇയാണ്, തബഇയായ ദലാലത്ത് എന്ന് പറയും. കദലാലത്തി അല്ലെങ്കിൽ അഹ് എന്നത് അറിയിക്കും പോലെ. അലാ വജഇ സ്വദരി നെഞ്ചുവേദനയുടെ മേൽ. അതെന്താ? അഹ് എന്ന് പറഞ്ഞാൽ നെഞ്ചുവേദനക്കുള്ള അടയാളമാണ് എന്നിട്ട് ഒരാൾ വെച്ചതാ എന്ന് പറയണമെന്ന്, നെഞ്ചുവേദന ഉണ്ടായാൽ, അല്ലെങ്കിൽ പറയണമെന്ന് അല്ല. അത് പ്രകൃതിപരമായിട്ട് ഇങ്ങനെ ഉണ്ടാവുന്നതാണ്. അപ്പോൾ പ്രകൃതിയുടെ തേട്ടം കൊണ്ടുണ്ടായി. അപ്പോൾ എന്ത് പറഞ്ഞു? തബഇയ്യത്തായ ദലാലത്ത് എന്ന് പറഞ്ഞു. വസുറഅത്തിൻ നബ്ളി ഞരമ്പിൻ്റെ ചലനത്തിൻ്റെ വേഗത അറിയിക്കും പോലെയും. സുറഅത്തി ഹറക്കത്തിൻ നബ്ളി ഉണ്ടാവും. എന്തിൻ്റെ മേൽ അറിയിക്കുക? അലൽ ഹുമ്മ പനിയുടെ മേൽ അറിയിക്കും പോലെ. അതും പ്രകൃതിപരമായിട്ട് ഉണ്ടാകുന്നതാണ്. പക്ഷേ ലഫ്ലിയാണോ? ലഫ്ലിയല്ല, ഇത് ഗൈറു ലഫ്ലി. ആദ്യം പറഞ്ഞ എന്നുള്ളത് ലഫ്ലിയും. ഔ ബിസ്തിദ്ആഇൽ അഖ്ലി അല്ലെങ്കിൽ അഖലിൻ്റെ തേട്ടം കൊണ്ടായിരിക്കും, ബുദ്ധിയുടെ തേട്ടം കൊണ്ട്. അഥവാ ആ കുല്ലു വാഹിദിൻ മിൻഹുമ അഖലിൻ്റെ തേട്ടം കൊണ്ട് ആയാൽ, ബുദ്ധിയുടെ തേട്ടം കൊണ്ടായാൽ ഫഅഖ്ലിയ്യത്തുൻ അത് അഖലിയാണ്, അഖലിയായ ദലാലത്ത് എന്ന് പറയും. കദലാലത്തി ലഫ്ലി ദൈസ് എന്ന ലഫ്ല് അറിയിക്കും പോലെ. അൽ മസ്മൂഇ കേൾക്കപ്പെടുന്നതായ ലഫ്ല്. മിൻ വറാഇൽ ജിദാരി മതിലിൻ്റെ അപ്പുറത്തു നിന്നും. അലാ വുജൂദിൽ ലാഫിളി എന്തിൻ്റെ മേലിൽ അറിയിക്കുക? ഒരു മൊഴിയുന്ന ആളുടെ ഉണ്മയുടെ മേൽ അറിയിക്കും പോലെ. ഒരു മൊഴിയുന്ന ആൾ ഉണ്ട് എന്നതിൻ്റെ മേൽ അറിയിക്കും പോലെ. വകദലാലത്തിൽ മസ്നൂഇ നിർമ്മിക്കപ്പെട്ട വസ്തു അറിയിക്കും പോലെ. അലാ വുജൂദി സ്വാനിഇ അതിൻ്റെ നിർമ്മാതാവിൻ്റെ ഉണ്മയുടെ മേൽ അറിയിക്കും പോലെ. ഒരു നിർമ്മിക്കപ്പെട്ട ഒരു വസ്തു അതുണ്ടാവണമെങ്കിൽ അതിനൊരു നിർമ്മിച്ചയാൾ
ഉണ്ടാകുമല്ലോ. അപ്പോൾ സ്വാനിഇൻ്റെ മേലിൽ ആ മസ്നൂ അറിയിക്കുന്നുണ്ട്. ഇത് ഗൈറു ലഫ്ളിൻ്റെ ഉദാഹരണം.